ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരത്തോൺ MCQ ആണ്. ഭൗതിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മർമ്മസ്തരത്തിന് എത്ര പാളികളുണ്ട്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. മർമ്മസ്തരത്തിന് എത്ര പാളികളാണുള്ളത്? 2 പാളികളാണുള്ളത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 2.8 km/s, ഓപ്ഷൻ ബി 3.4 km/s, ഓപ്ഷൻ സി 3.8 km/s, ഓപ്ഷൻ ഡി 2.4 km/s. അപ്പോൾ ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? 2.4 km/s ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2.4 km/s. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി ആർക്കിമിഡീസ് നിയമം, ഓപ്ഷൻ സി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. അപ്പോൾ ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക്, എക്സ്കവേറ്റർ, വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഒക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ നിയമം, ഇതിൻ്റെയൊക്കെ തത്വം എന്താണ്? പാസ്കൽ നിയമമാണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പാസ്കൽ നിയമം. എന്താണ് പാസ്കൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം: പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞായിരുന്നു ഇത്രയും മാരത്തോൺ MCQയിൽ ഈ അല്ലാത്തതാണ് കൂടുതലായിട്ടും ചോദ്യം. നമ്മൾ പവറിന്റെ യൂണിറ്റ് ഏത് എന്നായിരിക്കും പെട്ടെന്ന് വായിക്കുക. എന്തായാലും കാണുന്നത് അങ്ങോട്ട് എഴുതും അല്ലേ. നോക്കിയേ, ജൂൾ/സെക്കൻഡ് പവറിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഹോഴ്സ് പവർ, ഇറ്റ്സ് എ പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട് എന്ന് പറയുന്നതും പവറിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജൂൾ/കിലോഗ്രാം ആണ്. ജൂൾ/കിലോഗ്രാം എന്ന് പറയുന്നത് തെർമൽ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ആണ്. ജൂൾ/സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് പവർ ആൻഡ് ഹോഴ്സ് പവർ ഈസ് എ യൂണിറ്റ് ഓഫ് പവർ ആൻഡ് വാട്ട് ഈസ് ഓൾസോ യൂണിറ്റ് ഓഫ് എ പവർ. ഓക്കെ, അപ്പോൾ ജൂൾ/കിലോഗ്രാം എന്ന് പറയുന്നത് തെർമൽ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ആണ്. അതൊരു പവറിന്റെ യൂണിറ്റ് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജൂൾ/കിലോഗ്രാം. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം: ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവും ആയിട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പിണ്ഡവും ഭാരവും കുറയുന്നു, ഓപ്ഷൻ ബി പിണ്ഡം മാറുന്നില്ല ഭാരം കുറയുന്നു, ഓപ്ഷൻ സി പിണ്ഡവും ഭാരവും കൂടുന്നു, ഓപ്ഷൻ ഡി പിണ്ഡം മാറുന്നില്ല ഭാരം കൂടുന്നു. പിണ്ഡം മാറില്ല, ഭാരം കുറയുകയാണ് ചെയ്യുക. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പിണ്ഡം മാറുന്നില്ല ഭാരം കുറയുന്നു. അടുത്ത ചോദ്യമാണ് ആറാമത്തെ ചോദ്യം: പലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ആകാശഗോളം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ചന്ദ്രൻ, ഓപ്ഷൻ ബി സൂര്യൻ, ഓപ്ഷൻ സി ഭൂമി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? സൂര്യനായിരിക്കും അല്ലേ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സൂര്യൻ. അടുത്ത ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം: ഒരു വസ്തുവിന്മേൽ 40 ന്യൂട്ടൺ ആണ് പറയുന്നത്. ടോർക്കിന്റെ കാര്യമാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ തുടർച്ചയായി പ്രയോഗിക്കപ്പെട്ടതിന്റെ ഫലമായി വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ 5 മീറ്റർ സ്ഥനാന്തരം ഉണ്ടാകുന്നു എങ്കിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയുടെ അളവ് എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 200 ന്യൂട്ടൺ മീറ്റർ, ഓപ്ഷൻ ബി 240 ന്യൂട്ടൺ മീറ്റർ, ഓപ്ഷൻ സി 160 ന്യൂട്ടൺ മീറ്റർ, ഓപ്ഷൻ ഡി 300 ന്യൂട്ടൺ മീറ്റർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 200 ന്യൂട്ടൺ മീറ്റർ ആണ്. അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം: തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ താഴ്ന്ന സ്ഥായിയുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടമാണ് ബാസ്. ആവൃത്തി കുറഞ്ഞാൽ ശ്രുതി കുറയും. ഉയർന്ന സ്ഥായിയുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ. ആവൃത്തി കൂടിയാൽ ശ്രുതി കുറയും. അപ്പൊ ഏതാണ്? ആവൃത്തി കൂടിയാൽ ശ്രുതി കുറയും. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അത് തെറ്റാണ് അല്ലെ. ആവൃത്തി കൂടിയാൽ ശ്രുതി കുറയില്ല. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ആവൃത്തി കൂടിയാൽ ശ്രുതി കുറയും. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം: ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ മിഥ്യാ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? നോക്കാം നമുക്ക് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും, രണ്ടാമത്തെ നിവർന്നത്, മൂന്നാമത്തെ ആവർത്തനം നെഗറ്റീവ് ആയിരിക്കും, നാലാമത്തെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. ഓപ്ഷൻസ് നോക്കിക്കേ, 2, 4.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 4. റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 2, 4 ആണ്. അതായത് നിവർന്നത് അതുപോലെ തന്നെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ മിഥ്യാ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നിവർന്നത് അതുപോലെ തന്നെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ദൂരം ഒരിക്കലും സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലാകില്ല. സമപ്രവേഗത്തിലുള്ള വസ്തു സമവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഒരു വസ്തു ദിശ മാറാതെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. ഒരേ യൂണിറ്റിൽ പ്രസ്താവിക്കുന്ന അളവുകളാണ് വേഗവും പ്രവേഗവും. ഇത് നോക്കിക്കേ, ഇതില് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആദ്യത്തെ അല്ലെ, ദൂരം ഒരിക്കലും സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലാകില്ല എന്നുള്ളത് തെറ്റാണ്, കൂടുതലാകും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അതായത് സമപ്രവേഗത്തിലുള്ള വസ്തു സമവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്, അത് ശരിയാണ്. ഒരു വസ്തു ദിശ മാറാതെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും എന്നുള്ളതും ശരിയാണ്. ഒരേ യൂണിറ്റിൽ പ്രസ്താവിക്കുന്ന അളവുകളാണ് വേഗവും പ്രവേഗവും എന്നുള്ളതും ശരിയാണ്. സോ ഇതിലെ റൈറ്റ് ആൻസർ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ആദ്യത്തെ മാത്രമാണ്. ദൂരം ഒരിക്കലും സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലാകില്ല. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് നോക്കാം. പരിക്രമണ ചലനം, ഓപ്ഷൻ ബി ഭ്രമണ ചലനം, ഓപ്ഷൻ സി വക്രരേഖാ ചലനം, ഓപ്ഷൻ ഡി ദോലനം. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പരിക്രമണ ചലനം. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി. ആംബിയർ, കാൻഡല, ഓപ്ഷൻ സി മോൾ, കെൽവിൻ. ഏതാണ്? നമുക്ക് അതിന്റെ എന്താ പറയുക, ഓപ്ഷൻസ് ഒന്നും ആവശ്യമില്ല അല്ലേ. നമുക്ക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത എന്താണ്? ആംബിയർ ആണ് അല്ലെ. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആംബിയർ. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. അന്തരീക്ഷത്തിൽ മഴവിലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? അന്തരീക്ഷത്തിൽ മഴവിലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിസരണം, ഓപ്ഷൻ ബി പ്രകീർണനം, ഓപ്ഷൻ ഡി ഇന്റർഫറൻസ്, ഓപ്ഷൻ ഡി ടിൻഡൽ പ്രഭാവം. ഏതാണ്? പ്രകീർണനമാണ്. അന്തരീക്ഷത്തിൽ മഴവിലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെ. മഴവിലിന്റെ ആകൃതി എന്താണ്? അർദ്ധവൃത്തമാണ് അല്ലെ, സെമി സർക്കിൾ ആണ്. മഴവിലിന്റെ പുറംഭാഗത്തിൽ കാണപ്പെടുന്ന നിറം ചുവപ്പാണ്. നമുക്കറിയാം വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഏറ്റവും പുറത്ത് ഏതാണുള്ളത്? ചുവപ്പാണ്. ചുവപ്പ് നിറം ദൃശ്യരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് 42.8 ഡിഗ്രിയാണ്. മഴവിലിന് ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ് അല്ലെ. വയലറ്റ് നിറം ദൃശ്യരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 40.8 ഡിഗ്രിയാണ്. അപ്പോൾ ചുവപ്പ് നിറമാണെങ്കിൽ 42.8 ഡിഗ്രി, അതുപോലെ തന്നെ വയലറ്റ് നിറമാണെങ്കിൽ 40.8 ഡിഗ്രി. രാവിലെയോ വൈകുന്നേരമോ സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെ, ഓപ്പോസിറ്റ് ആയിട്ടാണ് മഴവില് കാണപ്പെടുക. രാവിലെ പടിഞ്ഞാറ് ദിശയിലും, അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ രാവിലെ സൂര്യന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ രാവിലെ പടിഞ്ഞാറ് ദിശയിലായിരിക്കും മഴവില് കാണുക, വൈകുന്നേരം കിഴക്കായിരിക്കും മഴവില് കാണുക അല്ലെ. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവിലിന്റെ ആകൃതി എന്തായിരിക്കും? നമ്മൾ നോക്കുമ്പോൾ മഴവില് സെമി സർക്കിൾ ആണെന്ന്, വിമാനത്തിൽ നോക്കുമ്പോൾ മഴവിലിന്റെ ആകൃതി എന്ന് പറയുന്നത് വൃത്താകൃതി ആയിരിക്കും. ചോദിക്കാട്ടോ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവിലിന്റെ ആകൃതി എന്താണ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താ പറയാ, മഴവിലിന്റെ ആകൃതി എങ്ങനെയാണ്? എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? മഴവിലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്താണ്? പ്രകീർണനമാണ്. ഓക്കെ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. വസ്തുവിന്റെ വ്യാപ്തം, ദ്രാവകത്തിന്റെ ഊഷ്മാവ്, ദ്രാവകത്തിന്റെ സാന്ദ്രത, ദ്രാവകത്തിന്റെ ഗാഢത. അപ്പൊ ഏതൊക്കെയാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 3, 1, 2, 3, 1, 2, 4, 1, 2, 3, 4 എന്നിവ. അപ്പൊ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1, 3. വസ്തുവിന്റെ വ്യാപ്തവും അതുപോലെ തന്നെ ദ്രാവകത്തിന്റെ സാന്ദ്രതയുമാണ് എന്താ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ.
അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. സോപ്പ് കുമിളയിലും എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിസരണം, ഓപ്ഷൻ ബി ഇന്റർഫറൻസ്, ഓപ്ഷൻ സി ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ ഡി റിഫ്രാക്ഷൻ. അപ്പോൾ സോപ്പ് കുമിളയിലും എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ വ്യതികരണം എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. ഇന്റർഫറൻസ് ഇപ്പോൾ PSCയിൽ മലയാളം ഇംഗ്ലീഷ് മലയാളത്തിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇന്റർഫറൻസ്. അപ്പോൾ രണ്ടും പഠിക്കേണ്ട അവസ്ഥയാണ് അല്ലേ. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യതികരണം എന്നാണ് അർത്ഥം. അപ്പോൾ വ്യതികരണമാണ് സോപ്പ് കുമിളയിലും എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് വ്യതികരണം അഥവാ ഇന്റർഫറൻസ് ആണ്. എന്താണ് വ്യതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ പരിണിത തരംഗത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ വ്യതികരണം എന്ന് പറയുന്നത്. സോപ്പ് കുമിളയിലും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? ഇന്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണമാണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ഭാരവും ആകൃതിയുമുള്ള അവസ്ഥ ഏതാണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, അതുപോലെ തന്നെ ഗ്യാസ് ആണോ, പ്ലാസ്മ ആണോ എന്നാണ് ചോദ്യം. ദ്രാവകം, ഖരം, വാതകം, പ്ലാസ്മ. അപ്പൊ നമുക്ക് ഭാരവും അതുപോലെ തന്നെ ആകൃതിയും ഉള്ളത് സോളിഡ് ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഖരം. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു. ഓപ്ഷൻ ബി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ഓപ്ഷൻ സി അനക്കാതെ വെക്കുമ്പോൾ കണികകൾ അടയുന്നു. ഓപ്ഷൻ ഡി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അടുത്ത ചോദ്യമാണ് 18ാമത്തെ ചോദ്യം. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണെന്നാണ് ചോദ്യം. ഐസക് ന്യൂട്ടൺ, മാക്സ് പ്ലാങ്ക്, ഓപ്ഷൻ സി ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ, ഓപ്ഷൻ ഡി ലിയോൺ ഫുക്കാൾട്ട് ആണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത്. അടുത്ത ചോദ്യമാണ് 19ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിന്റെ ഗതികോർജം എത്ര മടങ്ങാകും എന്നാണ് ചോദ്യം. 3 മടങ്ങാണോ, 4 മടങ്ങാണോ, 6 മടങ്ങാണോ, അതോ 2 മടങ്ങാണോ? 4 മടങ്ങാകും. ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിന്റെ ഗതികോർജം എത്ര മടങ്ങാവും? 4 മടങ്ങാണ് ആവുക. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? 9.8, 8.9, 7.6, 6.8. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, 9.8 ആണ്. ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? 9.8. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. ഫ്ലഷ് ടാങ്ക്, മണ്ണുമാന്തി യന്ത്രം എന്നിവയുടെ പ്രവർത്തന തത്വം എന്താണ്? നമ്മൾ ഓൾറെഡി ഇതൊന്ന് പറഞ്ഞായിരുന്നു അല്ലെ. എക്സ്കവേറ്ററിന്റെ ഒക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി ആർക്കിമിഡീസ് നിയമം, ഓപ്ഷൻ സി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. പാസ്കൽ നിയമമാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, പാസ്കൽ നിയമം. നമ്മൾ എന്താണ് പാസ്കൽ നിയമം എന്ന് പറഞ്ഞതാണ്. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും അല്ലെ. അതാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളാണ് ഏതൊക്കെ? ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രസ്, അതുപോലെ തന്നെ എസ്കവേറ്റർ തുടങ്ങിയവയെല്ലാം. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s, 12.3 km/s, 10.2 km/s, 11.4 km/s. റൈറ്റ് ആൻസർ ഇസ് 11.2 km/s. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കാൻ കാരണമായ ബലം ഏതാണ്? പ്രതല ബലം, അപകേന്ദ്ര ബലം, ന്യൂക്ലിയർ ബലം ഇവയൊന്നുമല്ല. ഏതാണ്? അപകേന്ദ്ര ബലമാണ്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കാൻ കാരണമായ ബലം ഏതാണ്? അപകേന്ദ്ര ബലം. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വജ്രം, ഓപ്ഷൻ ബി ഗ്രാഫീൻ, ഓപ്ഷൻ സി ഫുള്ളറിൻ, ഓപ്ഷൻ ഡി അമോഫസ് കാർബൺ. അപ്പം താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരം എന്താണെന്നാണ് ചോദ്യം. എന്താണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, ഗ്രാഫീൻ.
അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് നോക്കാം. വക്രരേഖാചലനം, ഓപ്ഷൻ ബി ദോലനം, ഓപ്ഷൻ സി നേർരേഖാചലനം, ഓപ്ഷൻ ഡി ഗൂർണന ചലനം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഗൂർണന ചലനം. സോ ഗൂർണന ചലനത്തിന് ഉദാഹരണമാണ് ഏത്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം എന്ന് പറയുന്നത് ഗൂർണന ചലനത്തിന് ഉദാഹരണമാണ്. എന്താണ് ചലനം എന്ന് പറയുമ്പോൾ? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന് നമ്മൾ ചലനം എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനമാണ് ഇത് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭ്രമണം അല്ലെ. റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്രമണം. അങ്ങനെ നമ്മൾ ഭൗതിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.